അസ്സലാമു അലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം നാട്ടിൽ എന്ന് പറഞ്ഞാൽ ആരും പച്ചക്കറി ഇടൂല മീനിൻ്റെ അകത്ത്. പച്ചക്കറി ഇട്ടിട്ടുള്ള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഇനിത്തെ അഭിപ്രായം പറയാം. ഇത് കൂന്തലാണ്, 1 കിലോ കൂന്തലുണ്ട്, നന്നായിട്ട് കഴുകിയെടുത്താണ്. ഇതിലേക്ക് ഉപ്പിടണം. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. അടുത്ത മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടി വളരെ കുറച്ചേ വേണ്ടൂ. പിന്നെ വേണ്ടത് ലെമൺ പൗഡറാണ്, കറുത്ത ലെമൺ പൗഡറാണ്. ഇത് കടയിൽ കിട്ടും, കുറ്റിയുടെയൊക്കെ ഉണ്ട്. ഇനി കറുത്ത ഇല്ലെങ്കിൽ വെള്ളയായാലും മതി. കുത്തിപ്പൊടിച്ചിട്ട് കുരു അങ്ങെടുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചാൽ മതി. പിന്നെ ഗരം മസാലയാണ്, കുറച്ച് ഗരം മസാല ഇടണം. ഗരം മസാല ഇട്ടു. പിന്നെ ഉരുവപ്പൊടിയാണ് കുറച്ച്, അധികം വേണ്ട, കുറച്ചേ വേണ്ടൂ, ഒരു 2 നുള്ള്. പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. മീനിൻ്റെ അതിലേ മസാല പിടിക്കും. ഇത് ഞാൻ ചേർക്കാൻ പോകുന്നത് വെച്ചാൽ പപ്പായ ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾക്ക് എന്ത് പച്ചക്കറിയും ചേർക്കാം, കുഴപ്പമില്ല. വെട്ടുന്നൊരു രീതിയുണ്ട്, ആ രീതിയിൽ വെട്ടിയാൽ ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കണം. മുളക് പൊടി കുറക്കുക, കുരുമുളക് കൂട്ടുക. കുരുമുളക് ഇട്ടു. ഇനി ഇത് പൊരിച്ച് എടുക്കണം. കൂന്തൽ പൊരിക്കുന്ന സമയത്ത് വേഗം പോവും, അധികം വേവിച്ചാൽ റബ്ബർ പോലെയായി പോവും. ആവശ്യത്തിന് മസാല വേണം. ആ മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/4 ടീസ്പൂണ് ഗരം മസാലയാണ്, പിന്നെ ലെമണിൻ്റെ പൗഡറാണ്. അപ്പം ലെമണിൻ്റെ പൗഡർ ഇല്ലാത്തവർക്ക് പുളി എടുക്കുക, അല്ലെങ്കിൽ ഇത് കുടംപുളി എടുക്കുക. അപ്പോൾ അതിട്ടു. 1/2 ടീസ്പൂണാണ്. ആവശ്യത്തിന് ഉപ്പ് വേണം. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി വേണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. മുളക് പൊടി വളരെ കുറച്ചേ വേണ്ടൂ, 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ഉലുവപ്പൊടിയാണ്, കസൂരി മേത്തി. കസൂരി മേത്തി ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി ഇടുക. കൂന്തൽ ഇതുപോലെ പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായി, കുറച്ച് ഉലുവ ഇട്ടു. ഇതിലേക്ക് വെളുത്തുള്ളി ഇടുക. വെള്ളുള്ളി ചോന്നതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഇടുക. ചെറിയുള്ളി ഒന്ന് ചോക്കണം. കർമൂസാണ്, ഒരു അരക്കർമൂസ്, ചെറിയൊരു കർമൂസിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെയാണ് വെട്ടേണ്ടത്, ഇതേപോലെ വെട്ടേണ്ടത്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ്, കർമൂസ, തക്കാളി, പച്ചമുളക്. ഇനി കുറച്ച് വെളുത്തുള്ളി വേണം. ഇതിലേക്ക് പച്ചക്കറി ഇടണം. പച്ചക്കറി, പച്ചമുളക്, തക്കാളി എല്ലാം ഇടും ഒന്നിച്ച്. കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അതുകൂടി ഇതിൽ ഒഴിക്കണം. ചെറിയ തീയിൽ എന്ത് ചെയ്യുക, ഇത് മൂടി വെക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ചെറിയ തീയിൽ എന്ത് ചെയ്യുക വെച്ചാൽ മൂടി വെക്കുക. ആവശ്യത്തിന് കല്ലുപ്പ്. ചെറിയ തീയിൽ മല്ലിച്ചപ്പും കരുവേപ്പില ഇടുക.
മീൻകറി റെഡിയായി. ഇതാണ്, അധികം കറിയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല അടിപൊളി കറിയാണ്.